ഹലോ, ഒന്ന് നമുക്കൊരു ചിക്കൻ 65 എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോണുള്ള ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ബോൺലെസ് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതാണ്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 2 ടീസ്പൂണോളം പുളിയില്ലാത്ത തൈര്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഇങ്ങനെ ചേർക്കുക. അപ്പോൾ നല്ലൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്തായിരുന്നു, ഉപ്പ് ചേർക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലോണം കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കനിൽ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അതല്ലെങ്കിൽ പുറത്താണെങ്കിൽ 2 മണിക്കൂറോളം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എണ്ണയിലേക്ക് ഇടുന്ന വീഡിയോ മിസ്സായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൈസി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഇതിന് മുമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അത് കാണാത്തവർ ഉറപ്പായിട്ടും വീഡിയോ കണ്ടു നോക്കുക. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് എല്ലാ സൈഡും ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ശരിക്കുള്ള ചിക്കൻ 65 ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ലെമൺ ജ്യൂസാണ്. ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ലെമൺ ജ്യൂസിൻ്റെ ഒരു പുളിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഒരു പാൻ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ആ ഓയിൽ തന്നെ ചേർത്താൽ മതിയാവും. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഓൾറെഡി നല്ല സ്പൈസിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ സോസിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ റെഡ് കളറൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസോടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സോസൊക്കെ ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക.